മണപ്പുറം ഫിനാൻസിൽ നിന്ന് 20 കോടി തട്ടിയെടുത്ത ധന്യ ചേച്ചി ഇപ്പോൾ കൊടുങ്ങല്ലൂർ കോടതി ധന്യ ചേച്ചിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സംഗതി, ധന്യ ചേച്ചി 20 വർഷമായി ജോലി ചെയ്തിരുന്ന മണപ്പുറം കമ്പനിയിൽ നിന്നും 5 വർഷം കൊണ്ട് 20 കോടിയുടെ വൻ തുക എന്ന് വേണം പറയാൻ. ഈ തുക അടിച്ചു മാറ്റി പല അക്കൗണ്ടുകളിലേക്കൊക്കെ ഇട്ടു. മാത്രമല്ല, ആഡംബര വീട് വാങ്ങിച്ചു, അതുപോലെ തന്നെ കാറ് വാങ്ങി, ഓൺലൈൻ റമ്മി കളിച്ചു. സംഗതിയൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ധന്യ ചേച്ചിക്ക് നല്ലൊരു മനസ്സുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, പോലീസ് പിടിച്ച് കുടഞ്ഞപ്പോൾ ധന്യ ചേച്ചി പറഞ്ഞൊരു കാര്യം കേട്ട് നമ്മുടെ പോലീസ് പോലും ആ ഒരു എന്താ പറയുക സംഗതി ഞാൻ പറഞ്ഞുതരാം. കാരണം ധന്യ ചേച്ചിയുടെ പക്കൽ വന്ന് ആരെങ്കിലും പരിചയക്കാർ, പാവപ്പെട്ട പരിചയക്കാർ അവരുടെ സങ്കടം പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വേദനകൾ പറഞ്ഞാൽ അപ്പോൾ തന്നെ ധന്യ ചേച്ചി എന്ത് ചെയ്യുന്നറിയാമോ, അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വാങ്ങിച്ച് ധന്യ ചേച്ചി ചറ പറ പൈസ വാരി കോരി കൊടുക്കും. അങ്ങനെ ഈ 20 കോടിയിൽ നിന്ന് തന്നെ ഏകദേശം ലക്ഷങ്ങളോളം പൈസ ഇങ്ങനെ വാരിക്കോരി പാവങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, കണ്ടവൻ്റെ പൈസ, പിന്നെ എന്താ കാര്യം, കണ്ടവൻ്റെ പൈസ വേറെ കണ്ടവർ ഉപയോഗിക്കുന്നതിന് നമുക്ക് വേറെ വിഷയമൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തായാലും ഈ പൈസകളൊക്കെ വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. പൈസയൊക്കെ വാരിക്കോരി കൊടുത്തു. പിന്നെ അവർക്ക് ഈ പൈസ കൊടുത്തതിന് ശേഷം മെയിൻലി ഒരു കാര്യമുണ്ട്, ചില ബന്ധങ്ങൾ പോലും മുറിഞ്ഞു പോകാൻ കാരണം കാശാണ് എന്ന് പറയാറുണ്ട്. കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും അതായത് തിരിച്ച് വാങ്ങിക്കാൻ നേരത്തുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ കാര്യം വരുമ്പോൾ ഈ 20 കോടിയിലെ ലക്ഷക്കണക്കിന് രൂപ ചേച്ചി പാവങ്ങൾക്ക് വാരിക്കോരി കൊടുത്തിട്ട് അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മതി, സൗകര്യം കിട്ടുമ്പോൾ തന്നാൽ മതി, ധൃതിയൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ചേച്ചിയുടെ ഉദാര മനസ്കത നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും പൈസയൊക്കെ കൊടുത്തു. പക്ഷേ കുഴൽപ്പണ ഇടപാടുകാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് തടക്കം പോലീസ് സംശയത്തിലാണ്, കൂടുതൽ അന്വേഷിച്ച് വരുന്നു. പക്ഷേ ഇതിൽ 20 കോടി 5 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് അടിച്ചു മാറ്റാൻ കഴിയുമോ എന്നതിലാണ് ഇപ്പോൾ ദുരൂഹതകളൊക്കെ ഉയരുന്നത്. കാരണം പോലീസ് അതത്ര അങ്ങ് കണ്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും 20 കോടി ഒരാൾക്ക് ആരും അറിയാതെ 5 വർഷം അങ്ങനെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചോദ്യമായിട്ട് മാറുകയാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത്, ഈ ഒരു 5 വർഷക്കാലമായിട്ട് താൻ പ്ലാനും പദ്ധതികളും സ്കെച്ചും പ്ലാനും ഒക്കെ ഇട്ടുകൊണ്ട് നടത്തിക്കൊണ്ട് വന്നിരുന്ന ഈ ഒരു തട്ടിപ്പ്, പണം തട്ടുന്ന ഈ ഒരു സംവിധാനം പൊളിച്ചടിക്കുന്നതാരെന്നറിയണ്ടേ? നമ്മുടെ മൈക്രോസോഫ്റ്റ് ആയിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഈ കഴിഞ്ഞ നാളിൽ മൈക്രോസോഫ്റ്റിന് ചെറിയൊരു തകരാറ് പറ്റി, അതായത് ചെറിയൊരു പണി കിട്ടി. നമുക്കൊക്കെ അറിയാം, നീല സ്ക്രീനൊക്കെ കാണിച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ കംപ്ലൈൻറ്റ് എന്നാണൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ എല്ലായിടത്തും ചില കാര്യങ്ങൾ, അതായത് വിമാനങ്ങൾ പോലും പോകാനുള്ള തടസ്സങ്ങളൊക്കെ നേരിട്ടു. അങ്ങനെ നമ്മുടെ ലോകമാകെ തന്നെ ആഗോളതലത്തിൽ തന്നെ ഇത്തരമൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ സമയമാണ്, അതായത് ആഗോളതലത്തിലൊരു പ്രശ്നം ഉണ്ടായെങ്കിലും പണി കിട്ടിയത് തൃശ്ശൂർ വലപ്പാടുള്ള മണപ്പുറം ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജർ, അതായത് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായ ധന്യ ചേച്ചിക്കായിരുന്നു. വേറൊന്നുമല്ല, മൈക്രോസോഫ്റ്റ് പണി തന്നു. മൈക്രോസോഫ്റ്റ് കംപ്ലൈൻ്റ് ആണ്, അക്കൗണ്ടുകളൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ ഈ ധന്യ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം IT, അതായത് അവിടുത്തെ IT ഡിവിഷനാണ് ഇവർ നോക്കുന്നത്. അതായത് ടെക്നിക്കൽ പരമായിട്ടും സോഫ്റ്റ്വെയർ പരമായിട്ടുമൊക്കെയുള്ള IT ഡിപ്പാർട്ട്മെൻറ്റിലാണ് ധന്യ ചേച്ചിയുടെ തല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു പോലും അറിയാതെ ഈ വർഷക്കാലയളവിൽ ഇത്രയും പൈസകളൊക്കെ ട്രാൻസ്ഫർ ചെയ്തെടുത്തുകൊണ്ടിരുന്നു, ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ മൈക്രോസോഫ്റ്റ് പണി തന്നപ്പോൾ എന്താവട്ടെ, സിസ്റ്റം സ്ലോ ആണ്, ഡൗൺ ആണ്, അക്കൗണ്ട്സ് ഒന്നും ശരിയാവണില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണമെന്ന് കമ്പനി ആരോട് പറയുന്നു? ഈ ധന്യ ചേച്ചിയോട് പറയുന്നു. അതായത് കമ്പനി തന്നെ കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തു അല്ലേ എന്നൊക്കെ അങ്ങനെ വേണമെന്ന് പറയാം. ഓക്കെ, എന്തായാലും ഇതൊന്ന് ക്ലിയർ ആക്കി തരണമെന്ന് പറഞ്ഞതോടുകൂടെയാണ് അവിടം തൊട്ടാണ് ചേച്ചിക്ക് പണി തുടങ്ങിയത്. പിന്നെ കണക്കുകൾ ക്ലിയർ ആവാതെ വരുന്നു. അവിടെ എന്താ പറയുക, ടോട്ടലി അവിടെ ആകെ ഒരു സംഗതിയൊക്കെ പൊളിഞ്ഞു പോയതുപോലെ ഒരു തോന്നലുണ്ടാകുന്ന ഉടനെ തന്നെ ചേച്ചി അയ്യോ അമ്മേ തലവേദന, അയ്യോ തലകറങ്ങുന്നു, തല ചുറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് പുള്ളിക്കാരി അവിടെ നിന്ന് നൈസ് ആ സ്ഥലം വിട്ടാണ് ഒളിവിൽ പോയത്. ഇത്രയും കോടിക്കണക്കിന് കാശുമായിട്ടൊക്കെ ഒളിവിൽ പോയി. പക്ഷേ ഒളിവിൽ പോയെങ്കിലും വെള്ളിയാഴ്ച ദിവസം കൊല്ലത്ത് നിന്ന് കൊല്ലം കോടതിയിൽ വന്ന്, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ വന്ന്
കീഴടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാധ്യമ പ്രവർത്തകരെല്ലാവരും കൂടെ ചെന്ന് ചോദിക്കുകയാണ്, ചേച്ചി ഒരു ബാഗും കാര്യമായിട്ടാണ്, കണ്ടല്ലോ ഈ വീഡിയോയിൽ കാണാം, ചേച്ചി ഒരു ബാഗും കാര്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് കീഴടങ്ങാനായിട്ട്. അപ്പോൾ കീഴടങ്ങാൻ എത്തിയപ്പോൾ പോലീസൊക്കെ കൂടെയുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ഒരു കുറ്റം ചെയ്തോ? അപ്പോൾ ചെയ്തു, എൻ്റെ ബാഗ് നിറയെ പണമാണ്, ഞാൻ ചന്ദ്രനിൽ വസ്തു വാങ്ങിച്ചിട്ടിട്ടുണ്ട്. നല്ല മറുപടിയല്ലേ, സ്വാഭാവികം. എന്തായാലും ചേച്ചി ഇപ്പം കൊടുങ്ങല്ലൂർ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സംശയം അല്ലെങ്കിൽ ഇവിടെ ദുരൂഹത ബാക്കിയാകുന്നത് ഓൺലൈൻ റമ്മി കളിച്ചുകൊണ്ട് പണം തട്ടി, അല്ലെങ്കിൽ വീട് വാങ്ങാൻ, ആഡംബര വസ്തുക്കൾ വാങ്ങാൻ, ആഡംബര ജീവിതം നയിക്കാൻ, സംഗതിയൊക്കെ ശരിയായിരിക്കും. നിങ്ങൾ തന്നെ പറ, ഒരാൾക്ക് ഈ 5 വർഷക്കാലം 20 കോടി രൂപ പേഴ്സണൽ ലോൺ അക്കൗണ്ട് മുഖേന ട്രാൻസ്ഫർ ചെയ്യാൻ ഒരാൾക്ക് മാത്രമായി സാധിക്കുമോ? ദുരൂഹതകൾ ബാക്കിയാണ്. ഈ കഥ അല്ലെങ്കിൽ ഈ കേസ് ഇതുവരേക്കും എങ്ങും എത്തിയിട്ടില്ല. പുള്ളിക്കാരി കീഴടങ്ങി, എന്തുകൊണ്ട് കീഴടങ്ങി? പിടിക്കപ്പെട്ടിട്ടില്ല, പിടിക്കപ്പെടാതെ എന്തുകൊണ്ട് കീഴടങ്ങി എന്നൊക്കെ ചോദ്യമാണ്. 20 കോടി എവിടെ ഉപയോഗിച്ചു? കുഴൽപ്പണ സംബന്ധമായ ഇടപാടുണ്ടോ? അങ്ങനെ നിരവധി ദുരൂഹതകളൊക്കെ ബാക്കിയിരിക്കുകയാണ്. എന്തായാലും ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയവർക്കൊക്കെ പണി വരുന്നുണ്ട്, സൂക്ഷിച്ചോ. ഈ പൈസ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ട, പുറകെ അതിൻ്റെ പണി വരുന്നുണ്ട്. നിങ്ങളുടെ പാടായി എനിക്കൊന്നും അറിയണ്ടേ.